എവ്രിവൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഭരണഘടനയുടെ ഓരോ ഭാഗങ്ങളും എടുത്ത് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനു മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓൾറെഡി ഭരണഘടനയുടെ സാലിയൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്ന ഭാഗത്ത് ഞാൻ ഓൾറെഡി വിശദീകരിച്ച കാര്യം തന്നെയാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അത് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആ ഒരു കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ്, അതായത് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത പറയുന്ന 4ാമത്തെ ക്ലാസ് നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ്. കാരണം ആ ഒരു ക്ലാസ്സിൽ പറയുന്നതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ഭാഗം യഥാർത്ഥത്തിൽ. പക്ഷേ ആ ഒരു ക്ലാസ്സിൽ പറയുന്ന പോയിന്റുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് നിങ്ങൾ ഫസ്റ്റ് കാണുക. അതൊരു 13 മിനിറ്റുള്ള ക്ലാസ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ക്ലാസ് വന്ന് കാണാവുന്നതാണ്. കാരണം ആ ഒരു ക്ലാസ് കണ്ടില്ലെങ്കിൽ എന്താണ് ഫെഡറൽ സിസ്റ്റം, എന്താണ് യൂണിറ്ററി ബയാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ നേരിട്ട് കടക്കുവാണ്. ഈ ഒരു യൂണിറ്ററി സിസ്റ്റത്തെയും ഫെഡറൽ സിസ്റ്റത്തെയും തമ്മിൽ നേരിട്ട് താരതമ്യം ചെയ്യാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു ടേബിൾ എടുത്തിട്ടുണ്ട്. അതിലൊരു സൈഡിൽ ഫെഡറൽ ഗവൺമെൻറ് ഉണ്ട്, മറ്റേ സൈഡിൽ യൂണിറ്ററി ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും എന്താണ് ഫെഡറൽ ഗവൺമെൻറ്, എന്താണ് യൂണിറ്ററി ഗവൺമെൻറ്. എന്താണ് ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സംസ്ഥാനങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നിട്ട് അവരെല്ലാം ഒന്നിച്ച് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ അധികാരം യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് സ്റ്റേറ്റിലാണ്. ഈ സ്റ്റേറ്റിന്റെ ഏകോപനത്തിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ അവിടെ 2 തരം ഗവൺമെന്റുകൾ ഉണ്ടാവും. ആ ഒരു ഗവൺമെന്റ് തമ്മിൽ ക്ലിയർ കട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഉണ്ടാവും. മറിച്ച് യൂണിറ്ററി ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു രാജ്യത്ത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാവും. ഈ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലാണ് എല്ലാ പവറും ഉണ്ടായിരിക്കുക. അതായത് അവിടെ സ്റ്റേറ്റുകൾ ഉണ്ടാകുമെങ്കിലും സ്റ്റേറ്റിന് വലിയ റോളൊന്നുമില്ല, അവർക്ക് അധികം പവറൊന്നുമില്ല. സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നത് മാത്രമേ പവറുള്ളൂ. അപ്പം നമ്മുടെ രാജ്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇതിൻ്റെ ഒരു ബ്ലെൻഡാണ്, മിക്സ് ആണ് എന്നൊക്കെ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കേസ് എക്സാമിനോ അല്ല ഏതെങ്കിലും ഒരു എക്സാമിന് ഇന്ത്യൻ സിസ്റ്റം ഏത് ഫെഡറൽ ആണോ യൂണിറ്ററി ആണോ എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടും ഇൻ കേസ് ഒരു മെയിൻസിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫെഡറൽ സിസ്റ്റവും യൂണിറ്ററി സിസ്റ്റവും തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാലോ ഈ ഒരു ക്ലാസ്സിൽ വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പം നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഫെഡറൽ സിസ്റ്റത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ 2 ഗവൺമെന്റ് ഉണ്ടാവും. ഏതൊക്കെയാണ് ആ ഗവൺമെന്റ്? ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാവും, അതിനെ ഫെഡറൽ ഗവൺമെന്റ് എന്ന് വിളിക്കാം. പിന്നെ സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇന്ത്യയുടെ കേസ് നോക്കാം. ഇന്ത്യയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ലെവലിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഗവൺമെന്റുകളുണ്ട്. അപ്പോൾ 2 ഗവൺമെന്റ് ഉണ്ട്, ഡ്യുവൽ ഗവൺമെന്റ് ഉണ്ട്. മറിച്ച് യൂണിറ്ററി സിസ്റ്റം ആണെങ്കിൽ അവിടെ ഒരു ഗവൺമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് ബ്രിട്ടനിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗവൺമെന്റ് ആണ് ആ രാജ്യത്തെ മുഴുവൻ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത്. നമ്മുടെ രാജ്യത്താണെങ്കിലോ കുറേ നിയമങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കും, കുറേ നിയമങ്ങൾ ആരുണ്ടാക്കും? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കും. കാരണം ഇവർ തമ്മിൽ ക്ലിയർ കട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഉണ്ട്. ഏതൊക്കെ വിഷയങ്ങളിലാണ് സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കേണ്ടത്, ഏതൊക്കെ വിഷയങ്ങളിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമം ഉണ്ടാക്കേണ്ടത് എന്നത് കാണിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫെഡറൽ ഗവൺമെന്റിന്റെ ഡ്യുവൽ ഗവൺമെന്റ് എന്നാണ്. യൂണിറ്ററി ഗവൺമെന്റ് ആണെങ്കിൽ അവിടെ സിംഗിൾ ഗവൺമെന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അടുത്തത് ഞാൻ പറഞ്ഞു 2 ഗവൺമെന്റ് ഉണ്ട് എന്ന്. അപ്പൊ ഈ ഒരു 2 ഗവൺമെന്റ് ഉണ്ട് എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുണ്ടാവുക? കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയിലാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അത് എഴുതപ്പെട്ടതായിരിക്കണം. അതായത് ഫെഡറൽ ഗവൺമെന്റ് സിസ്റ്റത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. എന്താണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഫെഡറൽ ഗവൺമെന്റിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. കാരണം ഇവിടെ ഫെഡറൽ സിസ്റ്റം ആണ് ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് മാറ്റാൻ വേണ്ടി വളരെ എളുപ്പത്തിനാണ് പറ്റും. പുതിയൊരു നിയമം ഉണ്ടാക്കിയത് ഇന്ന് ഫെഡറൽ
സിസ്റ്റമാണ്. പക്ഷെ നാളെ പുതിയൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കറിയാം പാർലമെന്റ് ഉണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും എന്തായി മാറും? ഭരണഘടനയുടെ ഭാഗമായി മാറും. നാളെ പുതിയൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന് പകരം അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നെങ്കിൽ പുതിയൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്നുള്ള ഫെഡറൽ സിസ്റ്റത്തെ നാളെ കാണില്ല. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം ഫെഡറൽ സിസ്റ്റത്തിൽ. മറിച്ച് യൂണിറ്ററി ഗവൺമെന്റിലാണെങ്കിൽ അത് മേ ബി റിട്ടൺ ഓർ അൺറിട്ടൺ. റിട്ടൺ ഉള്ളതിന് ഉദാഹരണമാണ് ഫ്രാൻസ്, അൺറിട്ടൺ ഉള്ള ഉദാഹരണമാണ് ബ്രിട്ടൻ. അവിടെ യൂണിറ്ററി ആണ്, പക്ഷേ ഫ്രാൻസിലാണെങ്കിൽ അത് ഭരണഘടന റിട്ടൺ ആണ്, ബ്രിട്ടനിലാണെങ്കിൽ അൺറിട്ടൺ. പിന്നെ നമ്മൾ ഓൾറെഡി ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറായിട്ട് പഠിച്ചിട്ടുണ്ട് ഡിവിഷൻ ഓഫ് പവർ, ക്ലിയർ കട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി എന്തൊക്കെയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജോലി എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൽ ഇത്തരത്തിലൊരു ഡിവിഷൻ ഓഫ് പവർ ഉണ്ടായിരിക്കുന്നതാണ്. യൂണിറ്ററിയിലോ ഒറ്റ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല. all the powers are vested in the central government or national government. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വ്യത്യാസം. നാലാമത്തത് സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞു ഫെഡറൽ ഗവൺമെന്റിൽ സുപ്രീമസി ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീമസി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റുന്നതിന് വളരെ എളുപ്പത്തിൽ മാറ്റും. അപ്പോൾ ഫെഡറൽ സ്ട്രക്ചറിനെ അത് അഫക്റ്റ് ചെയ്യും. ഫെഡറൽ സിസ്റ്റം ഇന്നുണ്ടായിരുന്നു, നാളെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇത്തരത്തിൽ യൂണിറ്ററി ഗവൺമെന്റിന്റെ കേസിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ആയിരിക്കാം. അത് ജപ്പാന്റെ കേസിലുണ്ട്. മേ നോട്ട് ബി സുപ്രീം ബ്രിട്ടന്റെ കേസിൽ. കാരണം എന്താ? അവിടെ പാർലമെന്റിനാണ് സുപ്രീം. പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി മാറും. അപ്പൊ ഇന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റണമെങ്കിൽ നാളെ ആർക്ക് പറ്റും? പാർലമെന്റിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ യൂണിറ്ററി ഗവൺമെന്റിൽ എപ്പോഴും നോക്കുമ്പോൾ അത് ആവണമോ അല്ലാതിരിക്കുകയോ ചെയ്യാം. ഉദാഹരണത്തിന് റിട്ടേൺ ആവാം അല്ലെങ്കിൽ അൺറിട്ടേൺ ആവാം. കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ആവാം അല്ലെങ്കിൽ മേ നോട്ട് ബി സുപ്രീം ആവാം. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഫെഡറൽ ഗവൺമെന്റിന്റെ കേസിലാണെങ്കിൽ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്തുന്നത് അത്ര എളുപ്പം ആയിക്കൂടാ. അപ്പോൾ അത്ര എളുപ്പം ആയിക്കൂടാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മുടെ സിസ്റ്റം ഡ്യുവൽ സിസ് ഗവൺമെന്റ് ആണ്, ഫെഡറൽ സിസ്റ്റം ആണ് എന്നൊക്കെ ഉണ്ടാവുക. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ എളുപ്പത്തിൽ മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ ഇതിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ ഇന്ന് ഫെഡറൽ സിസ്റ്റം ആണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ എളുപ്പത്തിൽ മാറ്റം വരാം. നാളത്തേക്ക് ഫെഡറൽ സിസ്റ്റത്തിനെ മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആയാൽ മാത്രമേ ഫെഡറൽ സിസ്റ്റത്തിന് ഒരു നിലനിൽപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും റിജിഡ് ആയിരിക്കണം. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടായിരിക്കണം. അത് എപ്പോഴാണ് ബുദ്ധിമുട്ട് വരിക? സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് കൂടി വരുമ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഈ ഓരോ പോയിന്റുകളും ഞാൻ ഓരോ ക്ലാസ്സുകളായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസി ഓഫ് ദി ജുഡീഷ്യറി, അപ്പോൾ റിജിഡിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ സെപ്പറേറ്റ് ക്ലാസ്സുകളായിട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായാൽ മാത്രമേ ഇനി നമുക്ക് പൊളിറ്റിയിൽ അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. മറിച്ച് യൂണിറ്ററിയിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മേ ബി റിജിഡ്. ഫ്രാൻസിൽ റിജിഡ് ആണ്, ബ്രിട്ടനിൽ റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ ആണ്. അടുത്തത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. അതായത് ഈ ഒരു ഫെഡറൽ സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാനുള്ള ആളാണ് ജുഡീഷ്യറി. ഉദാഹരണത്തിന് സെൻട്രൽ ഗവൺമെന്റിന് ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്ത പവറിലേക്ക് അതിക്രമിച്ച് കയറുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് പരിശോധിക്കാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ? അതാണ് ജുഡീഷ്യറി. അപ്പൊ ഈ ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ആരെയും ഡിപ്പെൻഡ് ചെയ്തുകൂടാ. എന്തുകൊണ്ടാ? ജുഡീഷ്യറി സെൻട്രൽ ഗവൺമെന്റിൽ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ജുഡീഷ്യറി നിൽക്കുകയുള്ളൂ. കാരണം അവരെ ഡിപ്പെൻഡന്റ് ആണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം, അതായത് ഫെഡറൽ സിസ്റ്റം നിലനിന്ന് പോകണമെങ്കിൽ ജുഡീഷ്യറി എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. സ്വതന്ത്രമായ ഒരു നിലനിൽപ്പ് ജുഡീഷ്യറിക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ്. അപ്പോൾ അതൊരു ഫെഡറൽ ഫീച്ചർ കൂടിയാണ്. അപ്പോൾ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. യൂണിറ്ററിയിലാണെങ്കിൽ ജുഡീഷ്യറി മേ ബി ഇൻഡിപെൻഡന്റ് ആവാം, മേ നോട്ട് ബി ഇൻഡിപെൻഡന്റ് ആവാം. നമ്മളെപ്പോഴും യൂണിറ്ററിയിൽ നോക്കുമ്പോൾ അങ്ങനെ ആവാം അല്ലെങ്കിൽ അങ്ങനെ അല്ലാതിരിക്കാം എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്താണ്? ഇതും നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ പാർലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 ഹൗസുകളുണ്ട്, ലോകസഭയും രാജ്യസഭയും. ഇത്തരത്തിൽ 2 ഹൗസുകളുള്ളതിനെയാണ് നമ്മൾ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് വിളിക്കുന്നത്. അതിൽ ലോകസഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ ആണ്. നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് വിടുന്ന ആൾക്കാരാണ് ലോകസഭയിലുള്ളത്, എംപിമാർ. എന്നാൽ രാജ്യസഭയിലുള്ളവരോ, അവര് നമ്മുടെ സംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തു നിന്നുള്ള നിയമസഭയിൽ നിന്നും നമ്മൾ ഓരോ എംപിമാരെ നോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എലക്ട് ചെയ്ത് വിടുന്ന ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിലുള്ള എംപിമാർ ആരുടെ റെപ്രസെന്റേറ്റീവ് ആണ്?
സ്റ്റേറ്റിന്റെ സംസ്ഥാനത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ പ്രതിനിധികളും എവിടെയുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കുന്നിടത്തുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പാർലമെന്റിലാണ്. പാർലമെന്റിൽ സ്റ്റേറ്റിന്റെ ആൾക്കാർ കൂടിയുണ്ട്. അപ്പോൾ അതാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചറിന്റെ പ്രത്യേകത. അപ്പോൾ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്തുകൊണ്ടാണ് ഫെഡറൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം അവിടെയും സ്റ്റേറ്റിന്, സംസ്ഥാനങ്ങൾക്ക് റോളുണ്ട്. കാരണം രാജ്യസഭയിലുള്ള ആൾക്കാർ സ്റ്റേറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ ഈ ഒരു യൂണിറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ ലെജിസ്ലേച്ചർ ബൈക്യാമറൽ ആവാം. ബ്രിട്ടനിൽ ബൈക്യാമറൽ ആണ്, യൂണിക്യാമറൽ ആവാം. ചൈനയിൽ യൂണിക്യാമറൽ ആണ്. ഒറ്റ ഹൗസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആണ് ഫെഡറൽ ഗവൺമെന്റും യൂണിറ്ററി ഗവൺമെന്റും തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ രാജ്യം ഫെഡറൽ ആണോ യൂണിറ്ററി ആണോ. കാരണം ഈ ഒരു വിഷയം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. നമ്മളൊരു ബ്ലെൻഡ് ആണെന്നാണ് പറഞ്ഞത്. മറിച്ച് നമ്മുടെ സിസ്റ്റത്തിനെ ഒരു ബ്ലെൻഡ് എന്നതിലുപരി ഏതെങ്കിലും ഒരു പേരിൽ പറയാൻ വേണ്ടി പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ആണെന്നോ യൂണിറ്ററി ആണെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ കൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഫെഡറൽ എന്നോ യൂണിറ്ററി എന്നോ പറഞ്ഞിട്ടില്ല. കാരണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഫെഡറൽ എന്നുള്ള ടേം നമ്മുടെ കൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഭരണഘടനയിലെ ആദ്യത്തെ ആർട്ടിക്കിൾ എന്താണെന്ന് നമ്മൾക്ക് ഓൾറെഡി അറിയാം. ഭരണഘടനയിലെ ഓരോ പോയിന്റുകളാണ്. ആർട്ടിക്കിൾ 1 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന് 2 പേരുണ്ട്, ഇന്ത്യയും ഭാരതും. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഞാൻ ഓരോ ആർട്ടിക്കിളുകളുമായിട്ട് വിശദമായിട്ട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ ആണ്. അപ്പം എന്താണ് ഈ ഒരു യൂണിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്? അത് ഫെഡറലിൽ നിന്നും എന്താണ് വ്യത്യാസം എന്നാണ് നമ്മളിപ്പം നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹം നമ്മുടെ ഭരണഘടനാ ശില്പിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന വിഷയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കൻ സിസ്റ്റമാണ് ഫെഡറൽ സിസ്റ്റം. അമേരിക്കൻ സിസ്റ്റമാണ് ഫെഡറൽ സിസ്റ്റം എന്ന് നമുക്കറിയാം. അപ്പോൾ അമേരിക്കയിലെ ഫെഡറൽ സിസ്റ്റം എന്താണ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ 13 കോളനികളാണ് ഉണ്ടായിരുന്നത്. അതായത് അവരുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 13 കോളനികൾ. ഈ ഒരു 13 കോളനികൾ അവർ സ്വന്തം രാജ്യങ്ങളെ പോലെയായിരുന്നു. അപ്പോൾ ഈ ഒരു 13 കോളനികൾ ഒന്നിച്ചു വന്നിട്ട് തീരുമാനിക്കുകയാണ്, നമ്മൾ ഈ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്ര പവർ ഇല്ല, നമുക്ക് 13 പേർക്കും ഒന്നിച്ചു നിൽക്കാം. ഇങ്ങനെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പവർ ഉണ്ടാവും. അങ്ങനെ 13 കോളനികൾ ഒന്നിച്ചു വന്ന് ഉണ്ടാക്കിയതാണ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. അതായത് അമേരിക്കയിലെ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു എഗ്രിമെന്റ്, അവർ ഒന്നിച്ചു ചേർന്ന് ഉണ്ടാക്കിയ ആ ഒരു എഗ്രിമെന്റിന്റെ പ്രത്യേകത, ഏത് ഫെഡറൽ സ്റ്റേറ്റിന് വേണമെങ്കിലും, നമുക്ക് ഓരോ എലമെന്റിനെ ഫെഡറൽ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഓരോ ഫെഡറൽ സ്റ്റേറ്റിനും എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് പിരിഞ്ഞു പോവാം. അപ്പോൾ ഇന്ന് അമേരിക്കയിൽ 50ഓളം സ്റ്റേറ്റുകളുണ്ട്, അന്ന് 13 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് അമേരിക്കയിലെ ഫെഡറൽ സിസ്റ്റം. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയാണോ? ഇന്ത്യയിൽ ഒരിക്കലും കുറേ സംസ്ഥാനങ്ങൾ വന്നിട്ട് കൂടിച്ചേർന്ന് നമ്മൾക്കൊരു ഫെഡറൽ സിസ്റ്റം, നമുക്കൊരു യൂണിയൻ ആവാം എന്ന് പറഞ്ഞതല്ല. മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന സിസ്റ്റം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശം ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ രാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഇതിനെ ഏകോപിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതായത് കുറേ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് വഴിയല്ല നമ്മുടെ രാജ്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഫെഡറൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അമേരിക്കയുടെ ഫെഡറൽ. ഇതുകൂടാതെ നമ്മൾക്ക് നമ്മുടെ യൂണിയൻ ഏറ്റവും ശക്തമായ യൂണിയൻ ആയിരിക്കണം. ഒരിക്കലും ഇവിടെ നിന്ന് വിഘടനവാദം പറഞ്ഞിട്ട് ഓരോരാളായിട്ട് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഫെഡറൽ എന്ന് പറയുന്ന ടേം ഭരണഘടനയിൽ ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ പറഞ്ഞു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇതിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ, ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു രാജ്യമല്ല, ഒരു യൂണിയൻ അല്ല, ഒരു സിസ്റ്റം അല്ല. രണ്ടാമത്തത്, ഈ ഒരു യൂണിയനിൽ നിന്നും ഒരു രാജ്യത്തിനും പിരിഞ്ഞു പോകാൻ വേണ്ടി പറ്റുകയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആശയം ഭരണഘടനയിൽ ചേർത്തിരിക്കുന്നത്. ഓർത്തു വെക്കുക, നമ്മുടെ ഭരണഘടനയിൽ എവിടെയും തന്നെ ഫെഡറൽ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഫെഡറൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ ഫീച്ചേഴ്സ് നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. കാരണം ഡ്യുവൽ ഗവൺമെന്റ്, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഡിവിഷൻ ഓഫ് പവർ ഉണ്ട്, സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ്, ബൈക്യാമറൽ ലെജിസ്ലേഷൻ ആണ്. ഇതേ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഒരുപാട്
യൂണിറ്ററി ഫീച്ചേഴ്സും കാണാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് സിംഗിൾ സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ സിംഗിൾ സുപ്രീം കോർട്ട്, ഒറ്റ സുപ്രീം കോടതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസസ്, അങ്ങനെ ഇത്തരത്തിലുള്ള ഗവർണറുടെ പോസ്റ്റ്, അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് യൂണിറ്ററി ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ രാജ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്, യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. അതായത് നമ്മളിത് പറഞ്ഞു ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. അപ്പോൾ നമ്മുടെ ഫെഡറേഷൻ ഒരു പുതിയ ടൈപ്പ് ഫെഡറേഷൻ ആണ്. അപ്പോൾ ആ ഒരു ഫെഡറേഷനെയാണ് നമ്മൾ ക്വാസി ഫെഡറൽ എന്ന് വിളിക്കുന്നത്. ക്വാസി എന്ന് പറഞ്ഞാൽ ഭാഗികം എന്നാണ് അർത്ഥം. അപ്പോൾ ക്വാസി ഫെഡറൽ എന്ന് വെച്ചാൽ ഫെഡറലിന്റെ ഭാഗികമായത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിളിച്ചത് KC വിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഭരണഘടനകളെ കുറിച്ച് പഠിക്കുന്ന വിദഗ്ധനാണ്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് നമ്മുടെ ഭരണഘടന ഒരു ക്വാസി ഫെഡറൽ ആണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഭരണഘടനയുടെ നേച്ചർ ഏതാണെന്ന് ചോദിച്ചിട്ട് യൂണിറ്ററി ആണ്, ഫെഡറൽ ആണ്, ക്വാസി ഫെഡറൽ ആണ് എന്നിങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്വാസി ഫെഡറൽ ആണെന്ന് ഓർത്തു വെക്കണം. കാരണം നമ്മൾ പത്രത്തിലും വാർത്തയിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്, ഫെഡറൽ ഫീച്ചേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത വരിക. അപ്പൊ നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇത് ഫെഡറലിസം ആണെന്ന്. പക്ഷെ നമ്മുടെ ഫെഡറലിസത്തിന്റെയും യൂണിറ്ററിയുടെയും ഒരു ബ്ലെൻഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടേം ക്വാസി ഫെഡറൽ എന്ന് ഓർത്തു വെക്കണം. ഭാഗികമായ ഫെഡറലിസം ആണ്. അപ്പൊ ഇത് പറഞ്ഞതാരാണ്? KC വിയേഴ്സ് ആണ്. അദ്ദേഹം ഒരു ഭരണഘടനാ വിദഗ്ധനാണ്, ഭരണഘടനകളെ കുറിച്ച് പഠിക്കുന്ന ഒരു വിദഗ്ധനാണ്. അപ്പൊ അദ്ദേഹം ക്വാസി ഫെഡറൽ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്ററി ഫെഡറൽ എന്നതിൽ നിന്ന് നമുക്ക് ഇത്രമാത്രം അറിഞ്ഞാൽ മതിയാവും. കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മൾ പോകേണ്ടത് ആവശ്യമില്ല. അപ്പം നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഓർത്തു വെക്കേണ്ടത് എന്താ? ഈ ഒരു കമ്പാരിസൺ ഒന്ന് ഓർത്തു വെക്കണം, ഫെഡറൽ സിസ്റ്റവും യൂണിറ്ററി സിസ്റ്റവും തമ്മിൽ. അതിനുശേഷം നമ്മളൊരു ക്വാസി ഫെഡറൽ ആണെന്നും നമ്മളുടെ ഈ ഒരു ക്വാസി ഫെഡറൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നും ഓർത്തു വെക്കണം. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഫെഡറൽ കൺസെപ്റ്റ് ശരിക്കും അമേരിക്കയുടേതാണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഫെഡറൽ കൺസെപ്റ്റിൽ നമ്മളുടെ ഒരു ആശയം എന്താണെന്ന് കൂടി ഓർത്തു വെക്കണം. അതായത് നാളെ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നും മാറിപ്പോകണം, പിരിഞ്ഞ് കേരളം ഒരു രാജ്യമാകണം എന്ന് ആഗ്രഹിക്കുന്ന വിചാരിച്ചു, അത് പറ്റിയില്ല. നമ്മുടെ ഭരണഘടന പ്രകാരം അങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. അപ്പൊ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും നമുക്കറിയാം അവരവരുടെ രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഉദാഹരണത്തിന് സിഖ് ഏരിയയിൽ ഖലിസ്ഥാൻ വാദികളുണ്ട്. അപ്പൊ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം അവിടെ നോർത്ത് ഈസ്റ്റുകളെല്ലാം ചേർത്ത് അവർക്ക് ബോഡോലാൻഡ് അങ്ങനെയൊക്കെ ഓരോ രാജ്യങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഭരണഘടന പ്രകാരം ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല. അപ്പോൾ ആ ഒരു സമയങ്ങളിലെല്ലാം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത്? അന്നേരം നമ്മൾ യൂണിറ്ററി നേച്ചറിലേക്ക് മാറിയിട്ട് ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ കൂടെ തന്നെ കൂട്ടുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുക. അപ്പോൾ ഓർക്കുക, നമ്മുടെ രാജ്യത്തു നിന്നും ഒരു സംസ്ഥാനത്തിനും പിരിഞ്ഞു പോകാൻ വേണ്ടി പറ്റുകയില്ല. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ക്ലാസ് നിർത്തുവാണ്. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നമ്മൾ ഭരണഘടനയുടെ ഔട്ട്ലൈൻ ഒക്കെ തീർത്തു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രീആമ്പിളിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പ്രീആമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയുടെ ആമുഖമാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ വിശദമായിട്ട് അത് കവർ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.